റിലേഷൻഷിപ്പിൽ എഫേർട്സുകൾ വളരെ അത്യാവശ്യമാണ്. എന്നാൽ എഫേർട്ട് എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പിലെ പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാവരുടെയും സംശയം തന്നെയാണ്. അതെന്താണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് നോക്കിയാലോ. നമസ്കാരം, ഞാൻ വിദ്യ നായർ, എ ഹോളിസ്റ്റിക് മെന്റൽ വെൽബീയിങ് പ്രാക്ടീഷണർ, റിലേഷൻഷിപ്പ് കോച്ചാണ്, ഇമോഷണൽ വെൽബീയിങ് സ്പെഷ്യലിസ്റ്റുമാണ്. ട്രാൻസ്പെയറിൽ ഓൺലൈൻ ആൻഡ് ഡയറക്റ്റ് സെഷൻസ് അവൈലബിൾ ആണ്. മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിലുണ്ട്. അപ്പൊ ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, റിലേഷൻഷിപ്പ് ആൻഡ് എഫേർട്സ് എന്ന് പറയുന്നു. എഫേർട്സ് കാണിച്ചാൽ മാത്രമേ റിലേഷൻഷിപ്പിൽ സ്നേഹം ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ പറയാറുണ്ടല്ലേ. ഇപ്പോൾ ഷോ അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം 4 ചുവരുകൾക്കുള്ളിൽ മാത്രം നിങ്ങളുടെ പങ്കാളിയെ സ്നേഹിച്ചാൽ പോരെ. പൊതുസ്ഥലങ്ങളിലും, അതായത് ചില ആളുകൾക്ക് കൈയൊക്കെ പിടിച്ച് പബ്ലിക്കിൽ നിൽക്കുമ്പോഴൊക്കെയാണ് അഫെക്ഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് ഏതാണോ, അവരുടെ കംഫർട്ടബിൾ ലെവൽ ഏതാണോ, അതനുസരിച്ചിട്ട് തന്നെ അഫെക്ഷൻ കാണിക്കാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിൽ ആ വ്യക്തിയെ വിശ്വസിക്കുന്നു, ആ വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ എൻകറേജ് ചെയ്യേണ്ടത് നിങ്ങളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഒരു ഗോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കാണെങ്കിൽ പരസ്പരം നന്നായിട്ട് തന്നെ യോജിച്ച് പരസ്പരം സഹായിച്ച് അങ്ങനെയൊക്കെ വേണം അത് മുന്നോട്ട് പോകാനായിട്ട്. അത് മാത്രം മതിയോ? പോരാ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പിലെ എഫേർട്സ് എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓക്കെ നമുക്കിത് മതിയാക്കാമെന്ന് പറഞ്ഞ് പോകാതെ ഒരുമിച്ചിരുന്ന് പരിഹാരം കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പരിശ്രമം പോലെ ഏറ്റവും മികച്ചൊരു എഫേർട്ട് മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വളരെ ആഴത്തിലുള്ള പേഴ്സണൽ ടോപ്പിക്ക് സംസാരിക്കാനും, അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റുകളിലേക്കും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്കും ഒക്കെ നിങ്ങൾക്ക് ഈസിലി എൻ്റർ ആവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും മികച്ചൊരു ഓപ്പൺ സ്പേസ് ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതും വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് അല്ലേ. പിന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് ഇത്രയൊക്കെ ആയില്ലേ, ഇപ്പൊ എന്തിനാ, ആരെ കാണിക്കാനാ, അവരവരുടെ ലുക്സ് ഒക്കെ അങ്ങ് ഗീവ് അപ്പ് ചെയ്യും. പക്ഷെ അത് പാടില്ല. എപ്പോഴും വളരെ കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിലും ആ ഒരു അട്രാക്ഷൻ എലമെന്റ് അങ്ങനെ തന്നെ നിലനിർത്തണമെങ്കിലും നമ്മുടെ ലുക്സ് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ചധികം നാളായതെന്ന് കരുതിയിട്ട് ഡേറ്റ് നൈറ്റ്സ് ഒന്നും ഒഴിവാക്കിയേക്കരുത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി പരിശ്രമിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിലെ ഈ പരിശ്രമങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരർത്ഥം തരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്തു കേട്ടോ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. നന്ദി.